ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനുമോളാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഞാൻ പോയ ടൈമിൽ എന്താ പറയുക, ആ ഷോ തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെയാണ് നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ട്, ഒരു അനിയത്തിയോ ചേച്ചിയോ മകൾ ആയിട്ട് എന്നെ നിങ്ങൾ കണ്ടു. നിങ്ങൾ അന്ന് മുതൽ ഈ 100 ദിവസം വരെ ഞാൻ നിന്നു. ആ 100 ദിവസം വരെ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് അറിയുന്നത്. ഒരുപാട് പേര് ഉറക്കൊഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, എനിക്ക് ഒരുപാട് അഭിമാനം ആ ഒരു കാര്യത്തിൽ തോന്നുന്നുണ്ട്. എന്നെ സ്നേഹിക്കാൻ, എന്നെ നന്നായിട്ട് അറിഞ്ഞിട്ട്, കാരണം എന്നെ അറിയാത്തവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവരെന്നെ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന്. കാരണം 24 മണിക്കൂറും ഈ ഒരു എപ്പിസോഡ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പല ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയൊക്കെ എന്താ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ ശരിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് ആ ടൈം കളയുന്നത് തന്നെ. എന്തായാലും ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. എന്താ പറയുക, ഇത്രയും ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തന്നതാട്ടോ, ഇത്രയും എന്നെ സ്നേഹിച്ച് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ പ്രവാസികളെ നോക്കുകയാണെങ്കിൽ, പ്രവാസികൾക്ക് എന്താ പറയുക, ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കറിയാവുന്ന അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അവിടെയൊക്കെ നമ്പരൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, നമുക്ക് അയച്ചു തരാറുണ്ട്. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുകയും അതൊക്കെ എനിക്ക് കാണിച്ചു തന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് എപ്പോഴും സ്നേഹം മാത്രം കേട്ടോ, എല്ലാവരോടും സ്നേഹം മാത്രം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടെയുള്ളവരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, ഉറപ്പായിട്ടും നല്ലത് ചെയ്താൽ നല്ലതേ വരുള്ളൂ. എനിക്ക് സങ്കടം വരും, ഞാൻ നിങ്ങൾക്കറിയാം. അപ്പം ഞാനവിടെ ബിഗ് ബോസിൽ ഞാൻ ജെന്യുനായിട്ടാണ് നിന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ അറിഞ്ഞ കാര്യമാണ്, ഞാൻ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നു, ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു, ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങളും ചിരിക്കുന്നു, ഞാൻ തമാശ പറയുമ്പോൾ നിങ്ങളും തമാശ പറയുന്നു. അത് അറിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് നിങ്ങളൊക്കെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് കാണണം എല്ലാവർക്കും. പ്രവാസികളാണെങ്കിൽ പോലും ഉറപ്പായിട്ടും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം. ഞാൻ എവിടെ ഉണ്ടെങ്കിലും എൻ്റെ പറയുന്ന പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് കാണണം. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കിത് കിട്ടുമെന്നുള്ളത്. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ വോട്ട് ചെയ്ത് എന്നെ എത്തിച്ച PR എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. ശരിക്കും അതും എനിക്കൊരുപാട് പ്രൗഡ് തോന്നുന്നുണ്ട്. എനിക്ക്